സാർ ഒരു മോഡൽ കൂടിയാണല്ലേ, പ്രൊഫഷണൽ മോഡൽ കൂടിയാണ്. ഹലോ, നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, കൂടെ നിൽക്കാൻ പറ്റിയ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് അറിയാനാണ് മെസ്സേജ് അയച്ചത്. പിന്നെ കുറേ നാളായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നു, ഞാൻ ലിസ്റ്റിലാണെന്ന് പറഞ്ഞ് കോൾ വന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അറിയാൻ ആവുമ്പോഴൊരു ലിസ്റ്റും സാറ് മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് കേട്ടപ്പോൾ ക്ലിയർ പോയി. അതിനൊരു പടമുണ്ട്, നീ വന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. അതിനു മുമ്പ് ഞങ്ങൾ 2 ഇവന്റിൽ കണ്ടിരുന്നു, സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പേടിച്ചാണ് ഞാൻ ചെന്നത് തന്നെ. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആക്കി നിർത്തി ചെയ്യിപ്പിച്ച് നോക്കി. എന്താ പറയാ, ഒരു സിനിമ എല്ലാവർക്കും സ്വപ്നമാണ്, കുറെ പേരുടെ സ്വപ്നമാണ്. അത് ചെയ്യാന്നുള്ളത്, നല്ല പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ക് ഫാക്ടർ കൂടെയാണ്. സോ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. എന്റെ കാസ്റ്റ് താങ്ക് യു സോ മച്ച്. ഈ അഖിലേട്ടന് നമ്പർ കൊടുക്കുന്നത് വിളിക്കാൻ പറഞ്ഞത് ഞാനാണ്. ഒരു ബിൽഡപ്പ് കൊടുക്കാനായിട്ട് ആദ്യമേ വേണ്ടേ. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയാണ് അഖിലിന് നമ്പർ കൊടുത്തത്. അങ്ങനെയാണ്. കാരണം ഞാൻ 2 ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കരുതത്തിൽ വെച്ച് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഒരാളെ കണ്ടപ്പോൾ സിനിമയിലേക്ക് വരട്ടെ പുതിയ ഒരാളെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ ഓഫ്കോഴ്സ് ഡയറക്ടർ കണ്ട് അഭിനയിച്ച് മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ട് തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. അത് ഭയങ്കര താങ്ക്സ്. യൂഷ്വലി രണ്ടുപേരും മോഡൽസ് ഒന്നും അങ്ങനെ ക്യാച്ച് ചെയ്യാറില്ല. കാരണം അതിനൊരു വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ വർഷമായിട്ട് ഞങ്ങൾ രാവിലെ നടന്ന് നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ അല്ല അങ്ങനെയൊക്കെ. സോ അതിനൊരു നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഈവൻ അതിൻ്റെ എല്ലാ കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും ഇപ്പം ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ആ കൂടെ നിന്നിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ എല്ലാം ഹോപ്പ്ഫുള്ളി നമ്മൾ വിശ്വസിക്കുന്നു, എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി ചടങ്ങ് അതിനകത്ത് പണി പോകാനുള്ള ഒരു ഒന്നാമത്തെ കാര്യം, ഇത്രയും ക്യാമറ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും പാനിക് ആയിട്ടിരിക്കണം. അപ്പൊ എന്റെ വായിൽ എന്തെങ്കിലും വീണ് പോയാൽ ക്ഷമിക്കണം, അറിഞ്ഞുകൊണ്ടല്ല. ഈ പടം ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് പടമാണ്. കാരണം എന്നെ ഫസ്റ്റ് പടത്തിൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പടത്തിൽ കാസ്റ്റ് ചെയ്ത രാജശേഖരനാണ് ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത്. രാജശേഖരൻ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആവാണ്. കാരണം ഇതിന്റെ കോൾ എനിക്ക് ആദ്യം വരുന്നത് രാജശേഖരൻ ത്രൂ ആണ്. അപ്പൊ രാജശേഖരൻ പറയാൻ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. കാരണം വാഴയിൽ കണ്ടപ്പോൾ നിന്റെ ഇമോഷൻസ് ഒക്കെ നീ ഹാൻഡിൽ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയണമെന്ന് അറിയില്ല, പക്ഷെ പുള്ളിയാണ് ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 18+ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോഴും നമ്മള് ചെറിയൊരു വർക്ക്ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഒരു സീൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഈ റീൽസിൽ നമ്മൾ ചെയ്തിട്ടുള്ള മീറ്ററും സിനിമയിലെ മീറ്ററും എന്താണെന്നുള്ള ആ ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത് രാജശേഖരന്റെ വർക്ക്ഷോപ്പിലാണ്. അത് എന്നെ ബാക്കിയുള്ള ഈ പടക്കളം, അമ്പലനടയിൽ, വാഴ എല്ലാ പടത്തിലും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ രാജശേഖരനോട് ഒരു താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു രാജശേഖര. അതുപോലെ ഈ പടത്തിന്റെ വർക്ക്ഷോപ്പിൽ വരാൻ പറ്റി, നമ്മൾ വേറെ പടത്തിന്റെ ഷൂട്ടിലായി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വർക്ക്ഷോപ്പ് എനിക്ക് ഒരുപാട് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ആക്ടിങ് ഇമ്പ്രൂവ് ആവാൻ. കാരണം റീൽസ് മീറ്ററും സിനിമ മീറ്ററും ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് രാജശേഖരൻ ത്രൂ ആണ്. അപ്പോൾ രാജശേഖര താങ്ക് യു സോ മച്ച്. അതുപോലെ ലിസിൻ ചേട്ടാ ഇങ്ങനൊരു പടത്തിൽ കാസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചില്ല. കാരണം നമ്മളും പുതിയതാണ് ഇൻഡസ്ട്രിയിൽ, എന്താണെന്ന് അറിയില്ല. ഞാൻ സ്പോർട്സ് ഫീൽഡിൽ വന്ന് സിനിമയിൽ വന്ന ആളാണ്, അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ ആക്ടിങ് പഠിച്ച ആളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇപ്പോ സിനിമകളൊക്കെ ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഇതേപോലെ ചേട്ടൻ ഇവരൊക്കെ കാണിക്കുന്ന ധൈര്യത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഭാഗം ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ചേട്ടാ നമ്മൾ വേറെ സെറ്റിലാണ് ഈ കഥ കേൾക്കണം. അപ്പൊ എന്താ പറയാ, എപ്പോഴും നമ്മള് ഈ ഒരു ഏജിൽ ആഗ്രഹിക്കാൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണല്ലോ. നമുക്ക് കോളേജ് പടങ്ങൾ, അതേപോലെ ഈ പ്രായത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാനാണ് ഈ പ്രായത്തിൽ പറ്റുള്ളത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മള് കാറ്റഗറി മാറിപ്പോകും. അപ്പൊ മാക്സിമം ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ തരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.